ഋഷി സുനക്കിന്റെ റുവാണ്ട പദ്ധതി നിർത്തലാക്കി കീർ സ്റ്റാർമർ. അഭയാർത്ഥിത്വം നൽകുന്നത് 1,00,000 അഭയാർത്ഥികൾക്ക്. മുൻ സർക്കാർ റുവാണ്ടയിലേക്ക് അയക്കാനിരുന്ന 90,000 അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലേബർ ഗവൺമെന്റ് അഭയാർത്ഥിത്വം നൽകാൻ തയ്യാറാകുന്നു. വാർത്തകൾ വിശദമായി. ഋഷി സുനക്കിന്റെ റുവാണ്ടൻ പദ്ധതി റദ്ദാക്കി. 1,00,000-ലേറെ അഭയാർത്ഥികൾക്ക് അഭയാർത്ഥി പദത്തിനുള്ള അപേക്ഷ നൽകാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ഇന്നലെ കീർ സ്റ്റാർമറിന്റെ വക്താവ് അറിയിച്ചു. നിലവിൽ സ്വീകരിക്കുന്ന 1,02,000 അപേക്ഷകളിൽ റുവാണ്ടയിലേക്ക് അയക്കാൻ തയ്യാറായിട്ടുള്ള 90,000 അഭയാർത്ഥികളും ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെറുയാനങ്ങളിൽ കടൽ കടന്നെത്തുന്നവർക്ക് ഇനി മുതൽ അഭയാർത്ഥിത്വത്തിന് അപേക്ഷ നൽകാൻ അവകാശമുണ്ടോ ചോദ്യത്തിന് പ്രക്രിയകൾ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അതിനാൽ തന്നെ നികുതിദായകരുടെ പണം മുടക്കി അഭയാർത്ഥികളെ സംരക്ഷിക്കേണ്ടി വരില്ല എന്നുമാണ് വക്താവിൻ്റെ മറുപടി. സർ കീർ സ്റ്റാർമർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇന്നലെയാണ് അനധികൃത അഭയാർത്ഥികളുമായി ആദ്യ ബോട്ട് ബ്രിട്ടീഷ് തീരമണിഞ്ഞത്. ഈ വരുന്ന വേനൽക്കാലം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്ന് വക്താവ് സൂചിപ്പിക്കുകയും ചെയ്തു. അതേസമയം അഭയാർത്ഥികൾക്കായി അപേക്ഷിക്കാൻ പോലും നിയമപ്രകാരം അർഹതയില്ലാത്ത 1,00,000 പേർക്ക് അഭയം നൽകാൻ പോവുകയാണ് സർക്കാർ എന്നായിരുന്നു ഷാഡോ ഹോം സെക്രട്ടറി ജെയിംസ് കെവർലി ആരോപിച്ചത്. അനധികൃത അഭയാർത്ഥികൾക്ക് ബ്രിട്ടൻ കൂടുതൽ ആകർഷണീയമാകാൻ ലേബർ സർക്കാരിന് വെറും 5 ദിവസങ്ങളെ വേണ്ടിവന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ മനുഷ്യക്കടത്ത് മാഫിയകൾ ആളെ കൊണ്ടുവരുന്നത് തടയുവാനായി ഒരു പുതിയ UK ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് ആരംഭിക്കുവാൻ ഹോം സെക്രട്ടറി യുവേറ്റ് കൂപ്പർ ശ്രമങ്ങൾ ആരംഭിച്ചു. ഹോം സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ കമാൻഡിലേക്ക് ആളുകളെ നിയമിക്കുന്ന പ്രക്രിയ അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. വരുന്ന ആഴ്ചകളിൽ ഈ പുതിയ കമാൻഡ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നും ഹോം ഓഫീസ് അറിയിക്കുന്നു. റുവാണ്ടൻ പദ്ധതി ഇല്ലാതായെന്ന് അറിയിച്ചതോടെ സ്റ്റാർമറുടെ വക്താവ് ഈ പദ്ധതിക്ക് കീഴിൽ ഇനി ഒരു വിമാനം പറക്കുകയില്ല എന്നും വ്യക്തമാക്കി. രാജ്യാതിർത്തികൾ സംരക്ഷിക്കുന്നതിനും മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സർക്കാർ എന്നും വക്താവ് അറിയിച്ചു. ഇതിനായി മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് പഠിക്കുമെന്നും വക്താവ് പറഞ്ഞു. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യുകയും രോഗികൾക്കെതിരെ ലൈംഗികാക്രമണം നടത്തുകയും ചെയ്ത സ്റ്റാഫിനെ നഴ്സിംഗ് രജിസ്ട്രേഷനിൽ നിന്നും നീക്കം ചെയ്യാനെടുത്തത് 7 വർഷം. NMC എന്ന പ്രൊഫഷണൽ ഏജൻസിക്കെതിരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. വാർത്തകൾ വിശദമായി. നഴ്സിംഗ് മേഖലയെ നിയന്ത്രിക്കുന്ന നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിനെ കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾ. വിഷലിപ്തമായ തൊഴിൽ സംസ്കാരവും വംശീയ വിവേചനവുമാണ് അവിടെ നടമാടുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എല്ലാ തലത്തിലും വംശീയ വെറി നടമാടുന്ന സ്ഥാപനം ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് നേരെ വരെ കണ്ണടച്ചതായും റിപ്പോർട്ടുകൾ. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യുകയും രോഗികളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ശ്രമിക്കുകയും ചെയ്ത ഒരു നഴ്സിനെ രജിസ്റ്ററിൽ നിന്നും പുറത്താക്കാൻ NMC 7 വർഷമെടുത്തു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഇക്കൂട്ടത്തിലുണ്ട്. ലൈംഗിക പീഡനത്തിന് വിധേയരായ കുട്ടികളുടെ കാറ്റഗറി A വിഭാഗത്തിൽപ്പെടുന്ന ചിത്രങ്ങൾ പോലും കൈവശം വെച്ച നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും എതിരെ പോലും നടപടി എടുത്തില്ല ആരോപണവും ഇതിനൊപ്പമുണ്ട്. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യുകയും രോഗികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു നഴ്സിനെ രജിസ്റ്ററിൽ നിന്നും പുറത്താക്കാൻ NMC 7 വർഷം എടുത്തു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഈ കൂട്ടത്തിലുണ്ട്. ലൈംഗിക പീഡനത്തിന് വിധേയരായ കുട്ടികളുടെ കാറ്റഗറി A വിഭാഗത്തിൽപ്പെടുന്ന ചിത്രങ്ങൾ പോലും കൈവശം വെച്ച നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും എതിരെ പോലും നടപടി എടുത്തില്ല എന്ന ആരോപണം ഇതിനോടൊപ്പമുണ്ട്. ബ്രിട്ടനിലെ 8 ലക്ഷത്തോളം വരുന്ന നഴ്സുമാരെയും മിഡ്വൈഫർമാരെയും നിയന്ത്രിക്കുന്ന NMCക്കെതിരെ ഇൻഡിപെൻഡന്റ് പത്രം ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉയർത്തിയതിനെ തുടർന്നാണ് അതിനെക്കുറിച്ച് വിശകലനം നടത്താൻ KCA നിയമിച്ചത്. NMCക്ക് അകത്തുള്ള ഒരു സ്രോതസ്സിൽ നിന്നുമാണ് ഇൻഡിപെൻഡൻസിന് ഈ വിവരങ്ങൾ ലഭിച്ചതെന്ന് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികൾ, ജീവനക്കാർ, രോഗികൾ എന്നിവരെ ദുരുപയോഗം ചെയ്ത ഒന്നിലധികം സംഭവങ്ങളിൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഉൾപ്പെടെ നഴ്സുമാർക്കെതിരെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. വംശീയ വിവേചനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗൗരവമായി പരിഗണിക്കാതെ വംശീയ വിവേചനത്തെ പ്രോത്സാഹിപ്പിച്ച് നിരവധി കാര്യങ്ങളിൽ വിശദീകരണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്കോട്ട്ലൻഡിലെ ജയിലുകളിൽ നിറഞ്ഞ പുതിയ കുറ്റവാളികൾ. ശിക്ഷയുടെ 2/3 പൂർത്തിയാക്കിയ തടവുപുള്ളികളെ വെറുതെ വിടുന്നു. പുതിയ ലേബർ സർക്കാർ 6 മാസത്തിൽ താഴെ ശിക്ഷാ കാലാവധിയുള്ള 550 തടവുകാരെ ഉടനെ വിട്ടയക്കും. ദീർഘകാല തടവ് ശിക്ഷ ലഭിക്കുകയും അതിന്റെ 2/3 ഭാഗം പൂർത്തിയാക്കുകയും ചെയ്ത തടവുകാർക്ക് അധികം വൈകാതെ മോചനം ലഭിച്ചേക്കും. സ്കോട്ട്ലൻഡിലെ ജയിലുകളിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം കുറ്റവാളികൾ ആയതോടെയാണ് ശിക്ഷയുടെ ബാക്കി ഭാഗം കമ്മ്യൂണിറ്റി സൂപ്പർവിഷനിൽ കഴിയേണ്ടി വരുന്ന തരത്തിലായിരിക്കും തടവുകാരെ മോചിപ്പിക്കുക.
ശിക്ഷയുടെ ബാക്കി ഭാഗം കമ്മ്യൂണിറ്റി സൂപ്പർവിഷനിൽ കഴിയേണ്ടി വരുന്ന തരത്തിലായിരിക്കും തടവുകാരെ മോചിപ്പിക്കുക. 6 മാസത്തിൽ കുറവ് തടവ് മാത്രം ബാക്കിയുള്ള 550 തടവുപുള്ളികളെ ജൂലൈ 18 മോചിപ്പിക്കാനുള്ള പദ്ധതി ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ജസ്റ്റിസ് സെക്രട്ടറി ഏഞ്ചല കോൺസ്റ്റൽസ് പറഞ്ഞത് ജയിലുകളിലെ അന്തേവാസികളുടെ എണ്ണം കുറയ്ക്കുവാൻ ഇനിയും നടപടികൾ ആവശ്യമാണ് എന്നായിരുന്നു. ശിക്ഷയുടെ ബാക്കി കാലാവധി ലൈസൻസ് നിബന്ധനകൾ ചെലവഴിക്കേണ്ട തരത്തിലായിരിക്കും കുറ്റവാളികളെ മോചിപ്പിക്കുക. അതായത് തടവുപുള്ളികൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നില്ല. ജയിൽ തടവിൽ കഴിയുന്നതിന് പകരം കർശന നിരീക്ഷണത്തിൽ സമൂഹത്തിൽ കഴിയേണ്ടി വരും എന്ന് മാത്രം. ഇത് കുറ്റവാളി വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നതിന് വലിയൊരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കുമെന്നും ഏഞ്ചലിയ പറഞ്ഞിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കിയാലും ഗുരുതരമായ ആക്രമണങ്ങൾ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ ചെയ്തവർക്ക് ഇത് ബാധകമല്ല. ഓക്സ്ഫോർഡിലെ തിരക്കേറിയ കബാബ് ഷോപ്പിൽ എലിശല്യം. വൃത്തിഹീനമായ ഷോപ്പിലെ യഥാർത്ഥ അവസ്ഥ ഞെട്ടിക്കുന്നതാണ്. ജനപ്രിയമായ ടേക്ക് എവേക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം. ഓക്സ്ഫോർഡിലെ തിരക്കേറിയ തെരുവുകളിൽ ഒന്നായ കൗലി റോഡിലാണ് കബാബ് കിഡ്സ് എന്ന ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തിങ്ങിക്കൂടുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. നൈറ്റ് ഔട്ട് കഴിഞ്ഞ് മടങ്ങുന്നവർക്കും ഈ കട ഏറെ പ്രിയങ്കരമാണ്. ഇത്രയേറെ ജനപ്രിയമായ ഈ ടേക്ക് എവേക്ക് മാർച്ച് 18 നടന്ന ഹൈജീൻ ഇൻസ്പെക്ഷനിൽ ലഭിച്ച റേറ്റിംഗ് 5-ൽ 2 മാത്രമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തിരക്കേറിയ ഈ സ്ഥാപനത്തിൽ ഒട്ടേറെ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി വളരെയേറെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഓക്സ്ഫോർഡ് നഗര കൗൺസിലിന്റെ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് ടീം നിർദ്ദേശിക്കുന്നത്. പരിശോധന നടത്തിയ ദിവസത്തെ റിപ്പോർട്ടുകൾ ഇൻസ്പെക്ടർമാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എലിശല്യത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കെട്ടിടത്തിന്റെ പുറകിലെ വാതിലിന്റെ മുകളിലായി ഒരു എലിക്ക് എളുപ്പത്തിൽ കിടന്നു പോകാൻ കഴിയുന്നത്ര വലുപ്പമുള്ള ദ്വാരം ഉണ്ടെന്നാണ് അവർ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. കെട്ടിടത്തിന്റെ അകത്തേക്ക് എലികൾ വരുന്നത് തടയാൻ വാതിലിൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്നും ഇൻസ്പെക്ടർമാർ നിർദ്ദേശിക്കുന്നത്. പുറത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലവും വൃത്തിഹീനമാണ്. കീടങ്ങൾ അവിടെ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗം കൃത്യമായ രീതിയിൽ വൃത്തിയാക്കണമെന്നും കീടങ്ങളുടെ ശല്യം തടയണമെന്നും കൗൺസിൽ അധികൃതർ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ കാണാം. കെട്ടിടം മൊത്തത്തിൽ വൃത്തിഹീനമാണെന്നാണ് ഇൻസ്പെക്ടർമാർ പറയുന്നത്. അടുക്കളയും 1-ാം നിലയിലെ കലവറയും ബേസ്മെന്റ് ഏരിയയും ഒക്കെ അനുവദിക്കാൻ കഴിയാത്തത്ര വൃത്തിഹീനമാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നു. പാചക ഉപകരണങ്ങൾക്ക് കീഴെ മാലിന്യങ്ങളും ഭക്ഷ്യാവശിഷ്ടങ്ങളും കനത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കണ്ടെത്തിയെന്നും ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ വെന്റിലേറ്ററുകളിലും ചുമരുകളിലും എണ്ണയും മറ്റു മാലിന്യങ്ങളും പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വൃത്തിഹീനമാണെന്ന് മാത്രമല്ല, ഇവിടെ നിന്നും പൊട്ടിയ പ്ലേറ്റുകളും മറ്റും ഇൻസ്പെക്ടർമാർ കണ്ടെടുക്കുകയും ഉണ്ടായി. ബേസ്മെന്റിലെ കലവറയിൽ ആവശ്യമായ വെളിച്ചമില്ലാത്തതും ഒരു പ്രശ്നമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാക്കിൻ ഫ്രീസറിലേക്കുള്ള ലൈറ്റും ശുചിമുറിയിലെ ഹാൻഡ് ഡ്രയറും പൊട്ടിയ നിലയിലാണ്. അതും എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്നും അതുവരെ പകരം സംവിധാനം എന്ന നിലയിൽ പേപ്പർ ടവലുകൾ നൽകാമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർത്തകൾ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.